ആഫ്റ്റർ എ ലോങ് ടൈമാണ് നമ്മള് പിന്നെയും തിരിച്ച് വ്ളോഗിലേക്ക് വരുന്നത്. ഇപ്പൊ എന്തുകൊണ്ടാണ് വ്ളോഗ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് കണ്ടന്റ് ഇല്ലാത്തതുകൊണ്ടൊന്നുമല്ല, അതുകൊണ്ടൊന്നുമല്ല കേട്ടോ ഗൈസ്. ഞങ്ങൾ ചുമ്മാ പിന്നെ നമുക്കും വേണ്ട എന്തെങ്കിലുമൊക്കെ, അതുകൊണ്ടാ ഞങ്ങളിപ്പോ പണിത്തിരക്കിലും പണിപ്പുരകളിലൊക്കെ ആയോണ്ടേ. അപ്പൊ മച്ചാമ്പരെ കാര്യത്തിലേക്ക് വരാം. ഞങ്ങള് കൽകി എന്ന് പറയുന്ന സിനിമ ഇപ്പൊ ഇറങ്ങിയല്ലോ. പ്രഭാസ്, കമലഹാസന്, അമിതാഭ് ബച്ചന്, ദീപിക പദുക്കോൺ, പിന്നെ ശോഭന, അങ്ങനെ നിരവധി അനേകം ആർട്ടിസ്റ്റുകളുള്ളൊരു മികച്ച നല്ലൊരു സിനിമയാണെന്ന് കേട്ടു. നമ്മൾ പലരുടെ റിവ്യൂവിൽ നല്ല അഭിപ്രായങ്ങൾ കേട്ടു. അപ്പൊ നമ്മളോട് ഒന്ന് പോയി കണ്ട അഭിപ്രായം നിങ്ങളോട് പറയാന്ന് വെച്ച് ഞങ്ങൾ കാണാൻ പോവാ. അല്ലാതെ വേറെ ഒന്നും കൊണ്ടല്ല, നിങ്ങൾക്ക് എത്തണം ഇല്ലേ, ജെന്യൂൻ ആയിട്ടുള്ള റിവ്യൂ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടിയാണ് ഞങ്ങൾ പടം കാണാൻ പോകുന്നത്. ഞങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടൊന്നുമല്ല, ഞങ്ങൾ അങ്ങനെ സിനിമാ പ്രേമികളോ കാര്യങ്ങളോ ഒന്നും അല്ല അളിയാ. അങ്ങനെ ഞങ്ങൾ കാശ് ചെലവാക്കത്തില്ല. പിന്നെ പടം കാണാൻ പോകുന്നത് ഞാൻ, എന്റെ കൂട്ടുകാരൻ തരുൺ, പിന്നെ എന്റെ അനിയൻ. ഊമയല്ല, സംസാരിക്കും, പിന്നെ മിണ്ടായിരിക്കുന്നതാണ്. 33 ശിവൻ പറയുന്ന കാര്യങ്ങൾ വിവരദോഷി മണ്ടനും വ്ളോഗാണ് ഇവൻ. ചുമ്മാ നമ്മൾ നാറി ഗൈസ്, ഞങ്ങൾ റിച്ചാ, ഞങ്ങൾ 200 രൂപയ്ക്കൊന്നും പെട്രോൾ അടിക്കുന്നില്ല. നമ്മൾ അടിക്കണം ഒരു 12,000 രൂപയ്ക്ക് അടിക്കും. അങ്ങനെ പറയടാ, അത്രേ ഉള്ളൂ 2000 രൂപ അടിച്ചേ. പിന്നെ ഞങ്ങള് മീൻ മേടിക്കാൻ പോണേലും കാറിലൊക്കെ പോകും, അല്ലാതെ നമ്മുടെ കാലിന് പണി കിട്ടിയോണ്ടൊന്നും അല്ലല്ലേ ഗായ്സ്. പണി കിട്ടി ഗായ്സ്. പിന്നെ ഞങ്ങളിങ്ങനെ ചികിത്സയിലൊക്കെ ഇങ്ങനെ നിക്കുകയാണ് ഇപ്പൊ ഞാൻ. 2 ആഴ്ച റെസ്റ്റ് ഒക്കെ ആയിരുന്നു. പടം നമുക്ക് 6 മണിക്കാണ്. നമ്മൾ എല്ലാ വട്ടവും ലേറ്റ്. നമുക്ക് എനിക്കല്ലെങ്കിൽ ഇവനും ഓൾമോസ്റ്റ് എല്ലാവർക്കും അങ്ങനെ ആയിരിക്കും. പടം തുടങ്ങുമ്പോൾ ആദ്യം മുതൽ കാണണം. പക്ഷെ ഇടയ്ക്കൊക്കെ കയറുമ്പോൾ എന്തോ ഒരു ഭയങ്കര ഗിൽറ്റി ഫീലിംഗ് നമുക്ക്. 1 മണിക്കൂർ മുമ്പേ ഞങ്ങള് എത്തും. വേറെ എവിടെ പോലും ഞങ്ങളെ കറക്റ്റ് ടൈമിന് എത്തത്തില്ല. സിനിമയ്ക്ക് പോവാണെങ്കിൽ ഒരു 1/2-3 മണിക്കൂർ മുമ്പേ നമ്മൾ തിയേറ്ററിൽ എത്തിയിരിക്കും. അതേ നല്ല മസ്റ്റ് തിയേറ്റർ വാച്ച് മൂവിയാണെന്നാണ് നമ്മൾ കേട്ടത്. അങ്ങനല്ല, നല്ല തിയേറ്ററിൽ കാണുക. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നല്ല രീതിയിൽ VFX കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തൊരു പടമാണെന്നാണ് നമ്മൾ കേട്ടത്. എന്തായാലും പോയി കണ്ടിട്ട് നിങ്ങളോട് നമ്മൾ കറക്റ്റ് ആയിട്ടുള്ളൊരു റിവ്യൂ പറയും. പിന്നെ വ്ളോഗിലേക്കൊക്കെ തിരിച്ച് വരണമെന്നുണ്ട് ഗൈസ്. അയ്യോ, ജനലിലോട്ട് നോക്കിയിരിക്കാൻ പറഞ്ഞ എസ്തെറ്റിക് നോട്ടം എനിക്ക് വയ്യ ഗൈസ്. പിന്നല്ല ഗൈസ്, എനിക്ക് അറിഞ്ഞൂടെ ഗൈസ്. പിന്നെ എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത്, എനിക്ക് തിരിച്ച് വ്ളോഗിലേക്ക് വരണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്. അതെ തീർച്ചയായിട്ടും. എന്തായാലും നമ്മൾ മാക്സിമം നോക്കും. സമയം കിട്ടുന്നില്ല ഗൈസ്, അത് തന്നെയല്ല. ഇപ്പം നമ്മുടെ ഗ്യാങ്ങിൽ ഇപ്പൊ ഞാൻ ഇവനും മാത്രമേ ഉള്ളൂ ഇവിടെ. ബാക്കി പിള്ളേരൊക്കെ പല പല വഴിക്കായി. നമ്മുടെ ആ ഒരു പഴയ വൈബൊന്നും, സത്യം പറയല്ല, പഴയ വൈബൊന്നും ഇപ്പൊ കിട്ടുന്നില്ല. പണ്ട് ശരിയാ വ്ളോഗിൽ ഇവനെ എന്റെ വ്ളോഗുകൾ കാണുന്നുണ്ടായിരുന്നില്ല. ബിഹൈൻഡ് ദ ക്യാമറ ഒരുപാട് പേര് നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും സപ്പോർട്ട് ചെയ്യാനുണ്ട്. പക്ഷെ പല സ്ഥലങ്ങളിലേക്ക്, സ്വന്തം കാര്യങ്ങളിലേക്കൊക്കെ പോകും. പിന്നെ ഭയങ്കര ശോകമാണ്. അപ്പൊ നിങ്ങൾ കൂട്ടുകാരൊക്കെ ഉള്ള സമയം മാക്സിമം എൻജോയ് ചെയ്യുക, ഓർമ്മകൾ ക്രിയേറ്റ് ചെയ്യുക. നമ്മൾ തന്തവൈ ആവുന്നുണ്ടോ? ശ്രീകുട്ട, ഞങ്ങള് തന്തവൈ ആവുന്നുണ്ടോടാ? ആണോ? മീശാൻ താടിയും പഠിച്ചു വന്നേക്കോ ഫ്രൂട്ട്. ഗൈസ്, ഇവന് താടിയൊക്കെ ഇല്ലെങ്കിൽ ഇവന് മുതുക്ക് പ്രായമുണ്ട് കേട്ടോ, അത് വേറെ കാര്യം. ഗൈസ്, അങ്ങനെ നമ്മളിതേ പടം കാണാൻ വന്നു. ബാ, ഒന്ന് അനങ്ങി വാ, എന്നാ ലേറ്റാ. ഗൈസ്, എന്റെ ഔട്ട്ഫിറ്റ് ഒന്ന് കാണിച്ചു കൊടുത്തടാ. കൊള്ളത്തില്ല ഗൈസ്. അങ്ങനെ നമ്മൾ എത്തി, പടം കാണാൻ കയറാൻ പോവാണ്. Are you excited? അതെന്നാ അപ്പൊ പടം കണ്ടിട്ട് റിവ്യൂ പറയുന്നതായിരിക്കും അല്ലേ? ഊത്ത ട്രെയിലറാ. ഇന്ത്യൻ 1 നീ കണ്ടിട്ടില്ലേ? കഥയെന്ന് പറഞ്ഞ ഇന്ത്യൻ 1-ന്റെ എത്ര കമലഹാസനുണ്ടായിരുന്നു? കണ്ടിട്ടില്ല, ചുമ്മാ തള്ളുക. ഗൈസ്, ഇപ്പൊ ഇന്ത്യൻ 2-ന്റെ ട്രെയിലറാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പടം സമയം കാണിച്ചാലേ ഇവന്മാർ ഉറങ്ങത്തുള്ളൂ. 6:03 അപ്പൊ പടം തുടങ്ങിയിട്ടുണ്ട്. പടം തുടങ്ങി. എന്താ പറയാനുള്ള ഈ നിമിഷം? എന്ത് പറയാനാ? ഒന്നും പറയണ്ട. അപ്പൊ ഗൈസ്, അതെ നമ്മൾ അങ്ങനെ പടം കണ്ട് കഴിഞ്ഞ് ഇറങ്ങി. എങ്ങനെയുണ്ട് പടം? അടിപൊളി പടം. VFX ഒന്നും ഒരു രക്ഷയില്ല. ശരിക്കും ഒരു ഹോളിവുഡ് പടം കണ്ടിറങ്ങിയ പോലെ. എനിക്ക് അവഞ്ചേഴ്സ് ഒക്കെ പോലെ തോന്നി. ഗൈസ്, നല്ല പടമാണ് കേട്ടോ.
നല്ല അമിതാഭ് ബച്ചന്റെ VFX കുറച്ച് പോരായ്മകൾ ഉണ്ടെങ്കിലും ബട്ട് പടം കിടിലോ. ഈ ബഡ്ജറ്റിൽ ഇത് വേറെ ലെവല്. കുറെ കിടിലും ക്യാമിയോസ് ഉണ്ട് ഇല്ലേ? അതൊന്നും നമ്മൾ പറയുന്നില്ല, പറയത്തുമില്ല. നിങ്ങൾക്ക് അതൊക്കെ ഇല്ലേ പടം കാണുന്ന സമയത്ത് ആ ഒരു ആസ്വാദനം നഷ്ടപ്പെടും. പക്ഷെ മക്കളെ കിടിലം പടം കേട്ടോ, കിടിലം. ഫസ്റ്റ് ഒരു പ്രഭാസിന്റെ ഇൻട്രൊഡക്ഷൻ ഫൈറ്റ് കണ്ടത് അതൊക്കെ അഡ് ബോർ സാധനമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തേ. പക്ഷെ പടം കണ്ടിറങ്ങുമ്പോൾ അതൊക്കെ നമുക്ക് അത്ര ബോറായിട്ട് തോന്നുന്നില്ല. പക്ഷെ അത് കാണുന്ന സമയത്ത് അട്ടാറ് ബോറാത്. പക്ഷെ കിടിലം പടം കേട്ടോ. കുറെ അവസാനമൊക്കെ ഫൺ രീതിയിൽ എടുത്തോണ്ട് നമുക്ക് അങ്ങനെ തോന്നുന്നു. എന്തായാലും എനിക്കത് ഭയങ്കര ബോറിംഗ് ആയിട്ട് തോന്നി. പക്ഷെ അവസാനമൊക്കെ റൊമാൻറ്റിഫിക്കേഷൻ അറ്റ് ദി പീക്ക് ഇല്ലേ, കൊള്ളാം. അടുത്തൊരു ഇതിലേക്കൊക്കെ കൊണ്ടുപോകുന്നൊക്കെ കൊള്ളാം. ഇനി എങ്ങനെ വരും എന്നറിയത്തില്ല. അവസാനം ഒരു ഇല്ലേ, ഇത് പാർട്ട് 2 ആണോ, ഇതിന് ഒരു സിനിമാറ്റിക് യൂണിവേഴ്സ് ആക്കാനാണോ എങ്ങനെയാണോ നമുക്ക് അറിഞ്ഞൂടാ. കാരണം കിടിലം അതുപോലത്തെ ക്യാമിയോസ് ആണ് കാണിച്ചേക്കുന്നേ. ഇത് എങ്ങനെ ആയി തീരും എന്നറിയില്ല. ബട്ട് ഐ എം വെയിറ്റിംഗ് ഫോർ ദി സെക്കൻഡ് പാർട്ട്. എല്ലാരും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അമിതാഭ് ബച്ചൻ എന്റെ മോനെ, ഞാൻ പുള്ളിയുടെ ഒരു ഫാൻ ഒന്നുമില്ല, പക്ഷെ പുള്ളിയുടെ നമുക്ക് പോകേണ്ടത് ആ വഴിയായിരുന്നു. പക്ഷെ പ്രഭാസിനെക്കാട്ടി എനിക്ക് ഇഷ്ടപ്പെട്ട അമിതാഭ് ബച്ചൻ എന്റെ മോനെ, ഞാൻ പുള്ളിയുടെ ഒരു ഫാനല്ല. ഞാൻ ലെജൻഡ് ആണ്, പക്ഷെ ഇതില് മോനെ സതുവഴിയായിരുന്നു ഗൈസ് പോകേണ്ടത് ഗൈസ്. പക്ഷെ കിഡിലായിരുന്നു പുള്ളി. എനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു പുള്ളിയുടെ ആ ഒരു ക്യാരക്ടറും പുള്ളിയെ സെറ്റ് ചെയ്തേക്കുന്നത്. എന്നോ സെറ്റ് ഗൈസ്. നിങ്ങൾ എന്തായാലും തിയേറ്ററിൽ തന്നെ പോയിരുന്ന് പടം കാണും. OTT ഒക്കെ വരും, പക്ഷെ ഇത്ര ഒരു ഗുമ്മ് നിങ്ങൾക്ക് തോന്നത്തില്ല. നിങ്ങൾ കാണുവാണെങ്കിൽ തിയേറ്ററിൽ പോയിരുന്ന് കാണല്ലേ, തിയേറ്ററിൽ പോയിരുന്ന് കാണണം. ഓക്കെ. അപ്പം ഗൈസ് നമ്മുടെ ഇന്ത്യൻ സിനിമയിൽ വെച്ച് ഇത്രയും ബഡ്ജറ്റിൽ അത്ര അടിപൊളിയായിട്ട് എടുത്തേക്കുന്നത്. ആദിപുരുഷൊക്കെ ഈ ബഡ്ജറ്റാ ആദിപുരുഷന്. പല സിനിമകളിൽ നമുക്ക് ഇതിന്റെ പല റെഫറൻസും തോന്നും. ഇപ്പൊ അവഞ്ചേഴ്സ്, പിന്നെ സ്റ്റാർ വാർ, ഇതിന്റെ ഒക്കെ തോന്നും. പക്ഷെ ഒരു ഇന്ത്യൻ സിനിമയാണെന്ന് നമ്മൾ ആലോചിക്കണത് കാണുമ്പോൾ. അതെ, ഇന്ത്യൻ സിനിമയിൽ ഇത് നമുക്ക് റെഫറൻസ് തോന്നും. അത് നമ്മൾ അങ്ങനത്തെ പടങ്ങളൊക്കെ കണ്ടോണ്ടാണ്, അങ്ങനത്തെ പടങ്ങളൊക്കെ നമ്മൾ ആദ്യം കണ്ടിട്ടുള്ളതുകൊണ്ടാണ് നമുക്ക് ആ റെഫറൻസ് വന്നത്. പക്ഷെ ഇതിൽ നിന്നൊക്കെ എടുത്ത് ഇങ്ങനെ ഒരു സ്റ്റോറി ക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജെന്യൂനായിട്ടുള്ള അഭിപ്രായം പറയാം. കിടിലം പടമാണ്. നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയിരുന്ന് കാണണം, എന്നാൽ മാത്രമേ നമുക്ക് അത് ആസ്വദിക്കാൻ പറ്റത്തുള്ളൂ. ആ സൗണ്ട് കാര്യം മാക്സിമം ഒരു അത്യാവശ്യം നല്ല തിയേറ്ററിൽ പോയി കാണുക. ഇഷ്ടപ്പെടും ഈ പടം എന്തായാലും. കാരണം ഒരു ഇന്ത്യൻ സിനിമ ഇങ്ങനെ മേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലൊക്കെ അഭിമാനിക്കാം. നമ്മുടെ ഇൻഡസ്ട്രി എന്തുമാത്രം വളർന്നിട്ടുണ്ടെന്ന് നമുക്ക് ഈ ഒരു സിനിമ കാണുമ്പോൾ മനസ്സിലാവും. ബട്ട് ഗൈസ് എന്തായാലും നിങ്ങൾ തിയേറ്ററിൽ പോയി കാണുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും അല്ലേടാ. അപ്പം മറ്റൊരു വീഡിയോ കാണാനുള്ള വിശ്വാസം. ബൈ ബൈ, ഇറ്റ്സ് മീ അംഗീത്, തരുൺ, അഭിജിത്ത്.